എഴുതട്ടെ? എടി ഇത് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെയാ. 500 എഴുതണം. എടി എന്താടി നീ പിശിക്കണ എന്താടി? എടാ ഒന്നും നടക്കില്ല പോയി. എന്താണ്? പെയിന്റിൽ ഫൈബർ ഉണ്ടോ? എന്ത്? പെയിന്റിൽ ഫൈബർ ഉണ്ടോ? ടീച്ചറെ, യെസ്, നിങ്ങൾക്കെല്ലാം കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാട്ടോ ഞാൻ വിചാരിച്ചേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? അത് ശരി, നിങ്ങൾക്ക് ഇതൊരു പ്രശ്നം എന്താ മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഞങ്ങളുടെ പിള്ളേരും കൂടെ പറഞ്ഞേക്കും. എന്തു പറ്റിയെന്നോ? മോളെ, നീ ഒന്ന് പുറത്തുനിന്ന് എനിക്ക് 2 വർത്താനോടെ പറയണം. ചെല്ലേ. എന്റെ പൊന്നു ടീച്ചറെ, ഒന്നും വിചാരിക്കരുത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതെന്റെ ചേച്ചിയുടെ മോളാണ്. എനിക്കൊരു കടയാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഒക്കെ. ഇന്നലെ ഇവിടെ ചാര തല്ലിന്നോ പിച്ചിന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ആകെ പ്രശ്നമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ കടയുടെ ചാവി വീട്ടിലവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഇത് മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം, ചൂടാവണം, പിള്ളേരെയൊക്കെ പേടിപ്പിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ല, എൻ്റെ ചാവി എടുത്ത് കെട്ടിലിടുന്ന പറയണേ. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. പോട്ടെ. എവിടെ? അതെ, എല്ലാ പ്രശ്നം പറഞ്ഞു ഒതുക്കി തീർത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ചാവി എവിടെ നിന്ന് പറ. എപ്പ കഴിഞ്ഞു? മാമൻ വാ. എടി, ചാവി എവിടെ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. വാ. സത്യം പറ, നീ തട്ടുംപുറത്തല്ലോ വെച്ചേക്കണേ? അല്ല. അല്ലേ? അല്ല. എടി, ചാവി താടി. ഇവന്മാരിങ്ങനെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. എന്റെ കൈ മൊത്തം ചുവന്നു. നിന്റെ അടുത്തല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? അബി, നീ അപ്പുറത്ത് വരുന്നേ. നിന്റെ ബുക്ക് കണ്ട, ആരും തല്ലിയിട്ടില്ല. ചാവി എവിടെ പറ. എന്താ അവിടെ പ്രശ്നം? എന്താ ലേറ്റ് ആയ? അത് വരണ വഴിക്ക് മാമന്റെ പോയിരിക്കും. ഇത് ലാസ്റ്റ് ആണ്. ഇനി ഇവിടെ ആര് ബഹളം ഉണ്ടാക്കിയാലും എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ബുക്ക് താ. അയ്യേ, ഇതെന്താ? ഞാൻ കാണിച്ചു തരാം. അനുവിനെ വിളിക്കടാ. ചാവി എവിടെ? എടി, ചാവി എവിടെയെന്ന്? തമാശ കളിക്കല്ലോ കേട്ടോ. അതെ, എന്താ നിങ്ങക്ക് വേണ്ടേ? ടീച്ചറെ, ആ ചാവി എവിടെയെന്ന് ചോദിക്കോ? ചാവിയോ? ഈ ചാവിയില്ലേ, താക്കോൽ, എന്റെ കടയുടെ താക്കോലേ, അതെവിടെയെന്ന് ചോദിക്കോ? എവിടെയാന്ന് പറഞ്ഞു കൊടുക്കാനു? കോഴിക്കോട്ടിലുണ്ട്, പോയെടുത്തോ. കോഴിക്കോട്ടിലാ? താങ്ക് യു ടീച്ചർ. ഹലോ. എന്നാ അതൊന്നും നേരത്തെ പറയായിരുന്നു. പിന്നെ വണ്ടിത്താവളത്തിന് ഒരു നല്ല ടീം വരാന്ന് പറഞ്ഞിട്ടില്ലേ? അവരെ ചൊവ്വാഴ്ച അല്ല വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശനിയാഴ്ചത്തേക്ക്. ശനിയാഴ്ചയോ? അർച്ചനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. അതിനിടയ്ക്ക് നീയും ശനിയും ഞാനും പറഞ്ഞ് കളിക്കല്ലേ. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ബ്രോക്കറെ, നമുക്കൊരു പൊണ്ണുണ്ടാവും എടുക്കാൻ. അതിന് നീ കെട്ടിയല്ലേ? അതിനെന്താന്ന്, ഒന്നുകൂടി കെട്ടിക്കൂടെ? നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ? നമുക്ക് നോക്കടാ. ബെസ്റ്റ്. ഒരു ചായ. ഉണ്ണിക്കുട്ടാ, അയാളടുത്ത് സംസാരിക്കണ്ടേട്ടാ, പിടിച്ച് കല്യാണം കഴിപ്പിച്ചോളേ. രാമകൃഷ്ണേട്ടാ, നിക്ക്. ഞാൻ പറയട്ടെ, നിക്ക്. വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു ചക്കന വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് തന്നില്ലേ? പൈസയും തരില്ല, ഗ്ലാസും തരില്ല. പോരാത്തതിന് ഗവൺമെന്റ് ജോലി, 5 ശമ്പളം. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയൊക്കെ അവര് മനസ്സിലാക്കി ജീവിക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്റെ കേസല്ല, മനസ്സിലായോ? ക്ലാസ് ആണ്. അർച്ചന സ്കൂൾ വിട്ട് വരുമായിരിക്കും അല്ലേ? കണ്ടത് എന്തായാലും നന്നായി. ഞാനുണ്ട്.
ഒരു മിനിറ്റ്. ഞാനേ ലീല ചേച്ചിയുടെ അവിടത്തേക്ക് പോയത് അവരുടെ കുട്ടിയുടെ കാര്യത്തിന്. അതെന്തായി? അവര് വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി. ഇനി ജാതകം ചേരണം. നിന്റെ അവിടത്തേക്ക് അന്ന് വരാന്ന് പറഞ്ഞ ടീമില്ലേ മോളെ? നല്ല ടീമായിരുന്നു. പക്ഷെ യോഗമില്ല. 600 രൂപ ഉണ്ടോ കൊടുക്കാൻ? അച്ഛൻ്റെ കൊടുത്താണല്ലോ. ആ കിട്ടി. തിരക്ക് കയറണേ, മറക്കാണ്. എത്ര കല്യാണാണ്. നീ പേടിക്കൊന്നും വേണ്ടോ, നമുക്ക് റെഡിയാക്കാം. എല്ലാം റെഡിയായി വരുമ്പോ ജാതകം കൊള്ളാവും. എന്ത് ചെയ്യാനാ മോളെ? പിള്ളേരെ കൊണ്ട് ഇത്ര ശല്യമില്ല. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ആ വണ്ടിത്താവളത്ത് വരാന്ന് പറഞ്ഞ നല്ല ടീമില്ലേ, അവർ വരില്ല കേട്ടോ. അവർക്ക് ഈ സൈസ് പട്ടിക്കാട്ടുന്ന പെണ്ണ് വേണ്ടെന്ന്. വണ്ടിത്താവളം പിന്നെ ജപ്പാനല്ലേ? അയ്യോ, ഗ്ലാസ് ഒന്നും വേണ്ടേ? വാ, നീ ചായ കുടിക്കാം. കാലിക്കുപ്പോഴെ ഞങ്ങളുടെ പറമ്പ് കളിച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് തന്നെ. എടാപ്പടമേ കളിച്ചോണ്ടല്ലോ. ഈ തള്ള നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോ വായും പൊളിച്ച് നോക്കിക്കാൻ. ഓടി എവിടെ ഷിബു, നീ ചായ കുടിക്കാനെ കുടിച്ചിട്ട് ഗ്ലാസ് അകത്തോണ്ട് വെച്ചേ. വെറുതെ കാഴ്ചയും കണ്ടിരിക്കും. ഷിബു, എടാ നീ മരുന്ന് വാങ്ങിയ? അതവിടെ കൊടുത്തുണ്ട്. പിന്നെ നിങ്ങളുടെ മറ്റേ ആളില്ല, ബ്രോക്കർ തണ്ടി കണ്ട കിണാപ്പന്മാരെ ഫോട്ടോയും കൊണ്ട് അഞ്ജുവിന്റെ വീടിന്റെ പരിസരത്ത് ഇറങ്ങിയ അയാളുടെ തലയടിച്ച് ഞാൻ പൊളിക്കണ്ട. ഇനി നീ അവളുടെ പിന്നാലെ നടന്ന ലീൽ ചേച്ചി നിന്റെ തലയടിച്ച് പൊളിക്കും. നീ അത് വിട്ടോട്ടാ. അവളുടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണോ? അല്ല, അതെങ്ങനെ ശരിയോ? കല്യാണം ഉറപ്പിക്കാൻ പോണെന്നാ നിങ്ങളുടെ ആര് പറഞ്ഞു? ആ ബ്രോക്കർ അല്ല, ആ ബ്രോക്കർ. ഏട്ടോ, അമ്മ എനിക്ക് വീട്ടിൽ കല്യാണാലോചനയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നീ ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് സുമേഷേട്ടാ, നമുക്ക് പാർക്കിൽ പോണോ അതോ സിനിമയ്ക്ക് പോണോ? ആദ്യം നമുക്ക് പാർക്കിൽ പോണോ അതോ സിനിമയ്ക്ക് പോണോ എന്ന്? ആദ്യം നമുക്ക് പാർക്കിൽ പോകാം, എന്നിട്ട് സിനിമയ്ക്ക് പോകാം.